താമരയുടെ ട്യൂബർ എങ്ങനെ എടുക്കാമെന്നത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈബ്രിഡ് താമരയുടെ ട്യൂബർ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു താമരത്തോട്ടമാണ്. ആ കാണുന്ന അമേരി പിയോണി എന്ന താമരയുടെ ട്യൂബറാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ധാരാളം പൂവുണ്ടായ ഒരു താമരയാണത്. ഇപ്പോൾ ഡോർമൻസി പീരീഡിലാണ്. ആദ്യം താമര നട്ടിട്ടുള്ള ടബ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ടബ് കമഴ്ത്തിയിടുക. വളരെ സാവധാനം ടബ് ഉയർത്തിയെടുക്കുക. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാരണം ട്യൂബർ ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം മുകളിലെ മണ്ണ് സാവധാനം ഇളക്കി മാറ്റുക. ട്യൂബറുകൾ ഓരോന്നായി മണ്ണ് മാറ്റിയെടുക്കുക. 2-3 ഗ്രോ ടിപ്പുകളുള്ള ട്യൂബറുകൾ മുറിച്ചെടുക്കുക. ട്യൂബറുകൾ സുരക്ഷിതമായി എടുത്തതിന് ശേഷം റണ്ണറുകളും ഇളക്കിയെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയായ ട്യൂബറുകളാണ് നമുക്ക് ഇതിൽ നിന്നും ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ നട്ട ട്യൂബറാണ്. താമര വളരുന്നതനുസരിച്ച് അത് ചീഞ്ഞു പോയിക്കൊള്ളും. നമുക്ക് ഇതിൽ നിന്നും ധാരാളം റണ്ണറുകളും ലഭിച്ചിട്ടുണ്ട്. ചീഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത റണ്ണറുകളാണ് എങ്കിൽ അതിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൃത്തിയാക്കിയ ട്യൂബറുകൾ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. എട്ട് ട്യൂബറുകളാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ചില ട്യൂബറുകളിൽ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ബ്രൗൺ നിറത്തിൽ കാണുന്നത് താമര മുട്ടാണ്. ഈ ട്യൂബർ നട്ട് അധികം താമസിയാതെ തന്നെ നമുക്ക് പൂവ് ലഭിക്കുന്നു. ടബിൽ നിന്നും എടുത്ത മണ്ണ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമൊക്കെയാണ് ട്യൂബർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ട്യൂബർ ആവശ്യമുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താമര നടുന്ന രീതിയെക്കുറിച്ചുള്ള വീഡിയോ
ഉടൻ തന്നെ ചാനലിൽ വരുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.